നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. മലയാളി ഓണം തകർത്താഘോഷിച്ചു. പതിവില്ലാത്ത വിധം ഓണത്തോടൊപ്പം ഓണവിവാദങ്ങളും സജീവമായിരുന്നു. ഓണമെന്നാൽ വാമന ജയന്തിയാണോ? തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ അധ്യാപകൻ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളർ ഉമേഷ് ഓമനക്കുട്ടൻ, കേരള സർവകലാശാലയിലെ മലയാള വിഭാഗം അധ്യാപകൻ ഡോക്ടർ എം എ സിദ്ദിഖ്. സ്വാഗതം എല്ലാവർക്കും. ആഘോഷം കഴിഞ്ഞു, കേരളം തകർത്തു. ആഘോഷത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഏറ്റവും സജീവമായ ചർച്ച നടന്നതും ഒരുപക്ഷെ ഇത്തവണയാണ്. ഓണമാണോ വാമന ജയന്തിയാണോ കേമം? മഹാബലിയാണോ വാമനനാണോ മുഖ്യം? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ വാമന ജയന്തി ആശംസകളോടെയാണ് വിവാദത്തിന്റെ തുടക്കം. മഹാബലി എന്ന അസുര രാജാവിനെ പാതാള ലോകത്തേക്ക് ചവിട്ടിത്താഴ്ത്തിയ വിഷ്ണുവിന്റെ അവതാരമായ വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ വിജയമാണ് വാമന ജയന്തി. ഓണത്തെ ബ്രാഹ്മണവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് ഒരു കൂട്ടർ. ഓണം യഥാർത്ഥത്തിൽ മഹാബലിയെ അല്ല, വാമനനെ തന്നെയാണ് പൂജിക്കുന്നതെന്ന് മറ്റൊരു കൂട്ടർ. എല്ലാ ഇന്ത്യക്കാർക്കും വാമന ജയന്തി ആശംസിച്ച അമിത്ഷാ പിന്നീട് മലയാളികൾക്ക് മാത്രമായി ഓണാശംസ നേർന്നിട്ടും പ്രശ്നം തീർന്നില്ല. പക്ഷേ ഓണസദ്യയുണ്ടപ്പോൾ എല്ലാവരും വിവാദം മറന്ന മട്ടാണ്. എന്തായാലും അകമ്പുറം അന്വേഷിക്കുന്നു. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ വാമന ജയന്തി ആഘോഷിക്കുമ്പോൾ കേരളം മാത്രം എന്തുകൊണ്ട് ഓണം കൊണ്ടാടുന്നു? ഓണം ആദരിക്കുന്നത് വാമനനെയാണോ മഹാബലിയെയാണോ? ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഈ മാവേലി നാടുവാണിടും കാലം എന്നൊരു പാട്ട് പാടി വളർന്ന മനുഷ്യരാണ് മലയാളികളെല്ലാവരും. പെട്ടെന്നൊരു ദിവസം നമ്മളോട് പറയുകയാണ് ഈ ഓണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വാമന ജയന്തി തന്നെയാണ് എന്ന്. അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല. ഞാനിപ്പോൾ ഒരു 10-12 വർഷങ്ങളായിട്ട് ഞാൻ പല പ്രഭാഷണ വേദികളിലും പിന്നെ ജ്ഞാനയജ്ഞങ്ങളിലും ഒക്കെ ഈ വിഷയം പറഞ്ഞു വരുന്നതാണ്. ആ സംവാദം വിവാദമായത് ഈ വർഷമായിരിക്കാം. ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം വരെ വിസ്തരിച്ച് ഈ മഹാബലിയുടെ വാമന ചരിത്രം അവിടെ വിസ്തരിക്കുന്നുണ്ട്. ശ്രാവണ മാസത്തിലെ ദ്വാദശി ദിവസം അഭിജിത് മുഹൂർത്തത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു. അങ്ങനെ ഭഗവാൻ വാമനനായി അവതരിച്ച ആ വാമനാവതാരം ആണ് യഥാർത്ഥത്തിൽ ശ്രാവണ മാസത്തിലെ തിരുവോണം. അപ്പോൾ ശ്രാവണ മാസത്തിലെ തിരുവോണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വാമന ജയന്തി ആഘോഷം തന്നെയാണ്. ഈ ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മലയാളികളുടെ ദേശീയ ആഘോഷമാണ്. അതൊരു ദേശീയ ആഘോഷമാകുന്നത് കേരളം എന്നൊരു ദേശം പണ്ടൊരു നന്മ നിറഞ്ഞ ചക്രവർത്തി ഭരിച്ചിരുന്നു സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒരുപക്ഷെ അത് ഹിന്ദുക്കളുടെ ദൈവമായ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ട ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ടാണ് എന്ന് വരുമ്പോൾ ഇത്രയധികം ബഹുസ്വരതയുള്ള കേരളം പോലൊരു സമൂഹത്തിന് ആ ഒരു ആഘോഷത്തെ ഏറ്റെടുത്ത് ആഘോഷിക്കേണ്ട ബാധ്യതയുണ്ടോ? ബാധ്യതയുണ്ടോ എന്നല്ല, ഇപ്പം നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇങ്ങനൊരു വാമനനും ഒരു മഹാബലിയെയും ഒരു പാതാളത്തിലേക്കും ചവിട്ടിത്താഴ്ത്തിയതായിട്ട് ഒരു പ്രാമാണിക ഗ്രന്ഥത്തിലും പറയുന്നില്ല. പക്ഷെ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായിരിക്കാം. എങ്ങനെയായിരിക്കാം അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദശാവതാരത്തിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരശുരാമ ചരിത്രം തന്നെ, പരശുരാമൻ്റെ അവതാരം തന്നെ വാമനാവതാരത്തിന് ശേഷമാണ്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമനഃ രാമോ രാമശ്ച കൃഷ്ണ ഖഡ്കി ജനാർദ്ദന. അപ്പോൾ പരശുരാമാവതാരം വരുന്നത് തന്നെ വാമനാവതാരത്തിന് ശേഷമാണ്. നമ്മൾ ആ ഒരു പരശുരാമ ക്ഷേത്രം എന്ന ഒരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ തന്നെ. അപ്പോൾ എങ്ങനെയായിരിക്കാം കേരളം ഓണത്തിലേക്ക് എത്തിയത്? ഓണത്തിലേക്ക് ഞാൻ എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പിന്നെ അനുമാനം എന്ന് പറയുന്നത്, ഏകദേശം പിന്നെ 5-ാം നൂറ്റാണ്ടിൽ ആണ് ഈ പിന്നെ ബ്രാഹ്മണരുടെ ആഗമനം. അപ്പോൾ വാമന ജയന്തി എന്നുള്ളൊരാഘോഷം ആരംഭിച്ചിട്ടുണ്ടാവാമെന്നും പിന്നീട് അവർ തന്നെ നമ്പൂതിരിമാർ തന്നെ പ്രമാണിമാരായിട്ട് ഭൂസ്വത്തിൻ്റെയൊക്കെ ഉടമകളായപ്പോൾ ഈ പിന്നെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണല്ലോ ഓണം. അപ്പോൾ ആ വിളവെടുപ്പ് ഉത്സവത്തെയും ഈ വാമന ജയന്തിയും കൂടി ഒന്നിച്ച് ഒരു ഓണാഘോഷം തുടങ്ങിയതായിരിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ നമ്പൂതിരിമാർക്ക് പ്രാമുഖ്യമുള്ള പ്രാമാണികതയുള്ള ഒരു
നാട്ടിൽ, ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് എങ്ങനെയാവാം ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു ഉപകഥ ഉണ്ടായി വന്നത്? അത് പിന്നീട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം ആരായിരിക്കും അത് ആരായിരിക്കും എന്നല്ല, നമ്മുടെ ഹിന്ദു ധർമ്മത്തെ ദ്വേഷിക്കുന്നവർ, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തോട്, ഈ സനാതന ധർമ്മത്തോട് എതിർപ്പുള്ളവർ കെട്ടിച്ചമച്ച കഥയല്ലാതെ അതിന് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതിന് പ്രാമാണികത പറയുന്നവർ എവിടുന്നെങ്കിലും ഒരു പ്രമാണം കൊണ്ടുതരും. അല്ല, അങ്ങനെയാണെങ്കിൽ മാഷ്ടെ അഭിപ്രായത്തിൽ ഏത് നൂറ്റാണ്ടിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? അത് കൃത്യമായിട്ട് എനിക്ക് പറയാമെന്ന് വരും. തീർച്ചയായും. ഉമേഷിൻ്റെ പഠന വിഷയം തന്നെ ഒരുപക്ഷെ ഈ മിത്തുകളുടെ അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ മിത്തുകളുടെ വേറിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ സാധ്യതയൊക്കെ താങ്കളുടെ ഒരു വിഷയമാണ്. ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ വാമന ജയന്തി ആഘോഷിക്കുമ്പോൾ കേരളം മാത്രം ഓണം ആഘോഷിക്കാനുള്ളൊരു സാധ്യത അതെങ്ങനെയായിരിക്കാം ഉണ്ടായി വന്നത്? ഓണത്തിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്തെ മിത്ത് എന്ന് പറയുന്ന മഹാബലി അത് പൊതുവിൽ ഇന്ത്യയിൽ എല്ലായിടത്തും അടിച്ചമർത്തപ്പെട്ടു പോയ ദളിതരായ ആദിവാസികളായ നോൺ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ ഇടയിൽ ഇതുപോലെ ഒരുപാട് മിത്തുകൾ നിൽപ്പുണ്ട്. മഹിഷാസുരൻ എന്ന് പറയുന്നത് ഒരു അടിച്ചമർത്തപ്പെട്ട ഒരാളുടെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് മഹാബലിയുടെ കഥകളിൽ ഒരു ഹിന്ദു ദൈവങ്ങളെ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അവതാര പുരുഷന്മാരെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കഥ, ഒരു കെട്ടുകഥ കേരളത്തിൽ ഉണ്ടായി എന്നാണ് ഹിന്ദുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അല്ല, ഹിന്ദുക്കളല്ല ആരോപിക്കുന്നത്. അതിനകത്ത് അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ തെറ്റാണ്. ഹിന്ദുക്കളൊന്നും ആരോപിച്ചതായിട്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ ഓണം ആഘോഷിച്ചവരെല്ലാം വാമന ജയന്തിയാണ് ആഘോഷിച്ചതെന്ന് പറയേണ്ടി വരും. അല്ല, സത്യത്തിൽ ഈ വിവാദം കൊണ്ടുവന്ന് തന്നെ ഒരു തത്പര കക്ഷികളിനകത്തുണ്ട്. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ വാമന ജയന്തി ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ അത് ഓണം എന്ന പേരിൽ ഓണമായി ആഘോഷിക്കുകയും ഒരുപക്ഷെ മഹാബലി എന്ന് പറയുന്ന ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന ഒരു മിത്തിന് കേന്ദ്രസ്ഥാനം കിട്ടുകയും അത് നൂറ്റാണ്ടുകളായി അത് അങ്ങനെ തന്നെ ആഘോഷിക്കുകയും ജാതി മത വിഭാഗീയതകൾക്കൊക്കെ അതീതമായി മനുഷ്യർ അതിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് നിലനിൽക്കുന്നു. അതെങ്ങനെ ഉണ്ടായിരിക്കും? അത് എത്ര നാൾ മുമ്പുണ്ടായി എന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രം മതി. ഇത് ഒരു ഭയങ്കരമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നൊരു സാധനമല്ല. ഇത് ഒരുപാട് നാളൊന്നും ആയില്ല, എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ചോറുണ്ണാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ചോറ് മലയാളിയുടെ ദേശീയ ഭക്ഷണമാണെന്ന് പറയുന്നത് ഒരു മണ്ടൻ ആർഗ്യുമെൻ്റാണ്. അതുപോലെ തന്നെ ഇത് ചരിത്രാതീത കാലം മുതൽ ഇങ്ങനെ ആയിരുന്നില്ല. ഹിന്ദുക്കളുടെ മിത്ത്, ഹിന്ദുക്കളുടെ എന്ന് പറയുന്നത് ഏത് ഹിന്ദു, ആരുടെ ഹിന്ദു, എന്ത് തരത്തിലുള്ള ഹിന്ദു മിത്ത്, ആരാണ് ഹിന്ദു? താഴെ തട്ടിലുള്ള അടിച്ചമർത്തപ്പെട്ടു പോയ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നും മിത്തുകളുണ്ട്. അവരുടെ മിത്തുകൾ ഇതിന് മേൽക്കൈ നേടുന്നത് ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബോധപൂർവം ആരൊക്കെയോ ഉണ്ടായിരുന്നു, ബോധപൂർവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കാം. കാരണം ബോധപൂർവം ശ്രമിക്കുന്നത് മതം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയാണ് ബോധപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. അതിന് വേണ്ട കോൺഷ്യസായ ശ്രമങ്ങളാണ് സത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണരുടെ ഞങ്ങൾ ടെക്സ്റ്റുകൾ കാണിക്കാമെന്ന് പറഞ്ഞാൽ, ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് പുരാണ ഗ്രന്ഥങ്ങളാണ്. അത് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് അല്ല. ഇവിടെ നിൽക്കുന്ന ഫോക്ലോറുകൾ ടെക്സ്റ്റുകളാണ്. ആ ഫോക്ലോറുകൾ ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പകരം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കണം. ഡോക്ടർ എം എ സിദ്ദിഖ്, ഇത്തവണത്തെ ഓണവിവാദങ്ങൾ തുടങ്ങുന്നത് അമിത്ഷാ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. പക്ഷേ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന് ഈ കേരളത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ മധ്യപ്രദേശിൽ അത് വാമന ജയന്തിയാണ്. അങ്ങനെ ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തിന് ഒരാശംസ നേരാനുള്ള അവകാശമില്ലേ? അത് കഴിഞ്ഞ് അദ്ദേഹം ഓണം ആഘോഷിക്കുന്ന കേരളം എന്ന് പറയുന്ന വളരെ ചെറിയ ഭൂവിഭാഗത്തുള്ള മലയാളികളായ മനുഷ്യർക്കൊക്കെ ഓണം ആശംസ നേരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാവേണ്ടത് ആരുടെ ഈ വിവാദം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അമിത്ഷാജിയുടെ ഈ രണ്ട് പോസ്റ്റുകളുടെയും സ്വഭാവം രണ്ട് തരത്തിലാണെന്നുള്ളത് തന്നെ വാമന ജയന്തിയെയും ഓണത്തെയും BJP രണ്ടായി കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പരമാധ്യക്ഷനാണത് രണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ പോസ്റ്റിൽ ഇവരൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഓണം ഒരു കേരളീയമായിട്ടുള്ള പ്രാധാന്യമുള്ള, ഞാൻ ആ ഒരു ചിന്തയിലേക്കാണ് വരുന്നത്. അത് അമിത്ഷാജിക്ക് തന്നെ ബോധ്യമുണ്ട് എന്നാണ് ഈ രണ്ട് പോസ്റ്റും കാണിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉണ്ണിസാറ് പറഞ്ഞ പോലെ ഭാഗവതത്തെ തന്നെ നമുക്ക് എടുക്കാം. ഈ മഹാബലി എന്ന് പറയുന്നത് അസുരനായിട്ട് തന്നെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഈ വൃത്രാസുരനെ പോലെയോ മഹിഷാസുരനെ പോലെയോ ബഗാസുരനെ പോലെയോ കംസനെ പോലെയോ ഉള്ള സാധാരണ അസുരനല്ല മഹാബലി. ധർമ്മിഷ്ഠനും സാത്വികനുമായിട്ടുള്ള അത് മാത്രമല്ല, വളരെ മിടുമിടുക്കനായിട്ടുള്ള മാത്രമല്ല അദ്ദേഹം ഈ പ്രഹ്ലാദൻ്റെ പൗത്രനാണ്. പ്രഹ്ലാദ
ഈ പ്രഹ്ലാദൻ ബലി എന്ന് പറയുന്നത് ഭാഗവതം അനുസരിച്ചിട്ട് തന്നെ 12 ഭഗവൽ സത്വധർമ്മിഷ്ഠന്മാരിൽ 12 പേരിൽ ഒരാളാണ് ബലി. ഈ പാതാളത്തിലേക്കല്ല ബലി ചവിട്ടി താഴ്ത്തപ്പെടുന്നത്, സുതലത്തിലേക്കാണെന്ന് അത് ശരിയാണ്. പക്ഷേ ഈ പാതാളം എന്ന സാധനം വരുന്നത് എനിക്ക് തോന്നുന്നു 16-ാമത്തെ 17-ാം അധ്യായത്തിൽ ഭഗവാൻ വാമനൻ മുന്നിലെത്തുമ്പോൾ വാമനൻ്റെ പാതാരബിന്ദങ്ങളിൽ മഹാബലി പാതാളത്തെ ദർശിക്കുന്നുവെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ കാര്യം വെച്ചിട്ടാണ് ശരിക്കും പാതാളം എന്ന സങ്കല്പം വരുന്നത്. എന്ന് മാത്രമല്ല, ഈ വാമന ജയന്തിയായിട്ടാണ് കേരളത്തിൽ ഇത് ആചരിച്ചിരുന്നതെങ്കിൽ എന്തിനാണ് ഈ അത്തം 10-ന് പൊന്നോണം എന്ന് പറയുന്നത്? ഈ വാമന ജയന്തി എന്ന് പറയുന്നത് തിരുവോണ ദിവസത്തിലെ അഭിജിത്ത് മുഹൂർത്തത്തിലെ ആ ദ്വാദശി സന്ദർഭം മാത്രമാണ് വാമന ജയന്തി. ആ ദിവസം മാത്രമാണ്. പക്ഷേ ശ്രവണദ്വാദശി. പക്ഷേ തിരുവോണം എന്ന് പറയുന്നത് ഒരു 10-ാം നാളാണ്, അത്തം 10-ആണ്. ആ അത്തം 10 എന്ന് പറയുന്നത് പൊന്നോണവുമാണ്. ഈ അത്തം 10-നെ പൊന്നോണമാക്കുന്നത് അതിനു മുമ്പുള്ള 9 ദിവസങ്ങളിലെ അത്തപ്പൂക്കള സാധനങ്ങളാണ്. ഒരാൾ വില്ലൻ സ്ഥാനത്തും മറ്റാൾ നായക സ്ഥാനത്തുമായി എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യം. വാമനനേക്കാൾ ഭാഗവതം പ്രാധാന്യം കൊടുക്കുന്നത് ബലിക്കാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഉണ്ണിസാർ പറഞ്ഞ ഈ വാമന ജയന്തിയായിട്ടാണ് കേരളത്തിൽ ഇത് ആദരിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ അതിന് ചരിത്രപരമായ റെഫറൻസ് ഇല്ല. അദ്ദേഹം ഊഹം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷെ ചരിത്രപരമായ റെഫറൻസ് അനുസരിച്ചിട്ട് ഓണം തന്നെ കേരളത്തിലും ഈ സൗത്ത് ഇന്ത്യയിലും ആഘോഷിച്ചിരുന്നതിനെ പറ്റിയിട്ടുള്ള ചരിത്ര രേഖകൾ ലഭ്യമാണ്. ഈ സംഘകൃതികളിലെ 10 പാട്ടിൽപ്പെട്ട മാങ്കുടി മരുതനാർ എഴുതിയ മധുരൈക്കാഞ്ചി എന്ന് പറയുന്ന പുസ്തകത്തിൽ നെടുഞ്ചെഴിയൻ എന്ന പാണ്ഡ്യരാജാവ് ഓണം ആഘോഷിച്ചിരുന്ന മായോൻ നമ്മ ഓണ നന്ന നാൾ എന്ന വരി അതിനകത്തുണ്ട്. 3 നിവേദ്യം ചെയ്തിട്ട് പണ്ടേ ഇവരെ രണ്ടുപേരെയും ആദരിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ഒരു സമ്പ്രദായം പണ്ടേ നമ്മുടെ ഓർമ്മയുള്ള കാലത്ത് മുതലേ നമ്മൾ കാണുന്നുണ്ട്. ഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, സത്യമാണ് എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരുടെ ആഘോഷങ്ങൾ ഇതുണ്ടായിരുന്നില്ല. ഈ മണ്ണ് കുഴച്ച് വെക്കൽ പരിപാടി, അതിനെ ഞാനൊരു കലാപരിപാടി എന്ന് വിളിക്കുന്നു. അത് TV ഒക്കെ വന്ന ശേഷം ഓണം സിനിമയിൽ കൂടി വരുന്നതിന് ശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ ഇത് കണ്ടു. പല സ്ഥലങ്ങളിൽ പോപ്പുലർ അല്ല, മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചിരുന്നവർക്ക് ഓണത്തപ്പൻ എത്ര നാളായിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചോദിച്ചാൽ ഉത്തരം കൃത്യമായി വരും. ആരും വെരിഫൈ ചെയ്തിട്ടൊന്നുമില്ല, എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോക്ക് ലോറിനും ഭാഗവതത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ ചോദ്യത്തിന് ഉത്തരമില്ല, അത് ഉത്തരം പറയുകയില്ല. പകരം ഫോക്ക് ലോർ അൺഅക്സെപ്റ്റബിൾ ആണ്, മറ്റേത് അക്സെപ്റ്റബിൾ ആണ്. അമിത്ഷാ ഇട്ട പോസ്റ്റും വളരെ കെയർഫുള്ളി ഇട്ടതാണ്. ആദ്യത്തത് വാമന ജയന്തി, രണ്ടാമത്തത് ഓണം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വാക്ക് മാറിയെന്നേ ഉള്ളൂ, ഇമേജസ് മാറിയിട്ടില്ല. അവിടെ മഹാബലി ഒന്നും ഓണാശംസകളിലില്ല. ഈ മഹാബലി എന്ന് പറയുന്നത് അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാണ് ഭാഗവതം അനുസരിച്ചിട്ട്. അല്ല, ഭഗവാൻ അനുഗ്രഹിച്ചാണ്. അതായത് വൈവസ്വത സാവർണി അടുത്ത മനുവായി മാറും. സാവർണി മന്വന്തരത്തില് ഇന്ദ്രപദം ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് യാത്രയാക്കുന്ന രംഗമാണ്. അല്ലാതെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നതിന് ഒരു പ്രമാണമില്ല. ഞാനിവിടെ ഉന്നയിച്ച വാദം ഒരിക്കലും എൻ്റെ വാദമല്ല. അത് കൃഷ്ണവാര്യർ സാറാണ് മലയാളത്തിൽ ഈ ചർച്ച ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. മധുരൈക്കാഞ്ചി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കലോത്സവം എന്ന് പറയുന്ന കൃതി പൂക്കളത്തെക്കുറിച്ച് ഏത് ടെക്സ്റ്റിലാണുള്ളത്? സത്യത്തിലില്ല. അത് തന്നെ കൃഷ്ണവാര്യർ സാർ പറയുന്നത് തൃക്കാക്കരപ്പൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഓണത്തപ്പൻ്റെ ഷേപ്പ്, അത് ഇന്ത്യയിലെ ഒരു ദൈവത്തിൻ്റെ ഷേപ്പല്ല. ആ ഷേപ്പ് അസീറിയയിലെ ഊർ നഗരത്തിലെ സിഗുറാത്ത് ക്ഷേത്രത്തിൻ്റെ മുകളിലിരിക്കുന്ന പഴയ ചന്ദ്രദേവനായിട്ടുള്ള നിന്നെ എന്ന് പറയുന്ന ചന്ദ്രദേവൻ്റെ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ആ സിഗുറാത്ത് ആരാധനാലയം നമുക്കത് പരിശോധിച്ച് നോക്കാവുന്നത്. ആ സിഗുറാത്ത് ആരാധനാലയത്തിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ അത്തപ്പൂക്കൾ ഇടുന്നത്. ഈ സ്ട്രക്ചർ ഒരു വാസ്തുവിലും സത്യത്തിൽ ഡിഫൈൻ ചെയ്ത് കണ്ടിട്ടില്ല. ഈ പ്രശ്നം കിടക്കുന്നത് അസുരൻ എന്ന് പറയുന്ന വാക്കിന് പകരം ദളിതൻ എന്ന പദത്തെ വെക്കുമ്പോഴാണോ? മഹാബലിയെ ദളിതൻ എന്ന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല.